ഈ വരുന്ന ഇലക്ഷനിൽ സംഗീതമായിരിക്കും നമ്മുടെ മാരകായുധം. കേട്ട് കഴിഞ്ഞാൽ ഓടി വന്ന് പാർട്ടിയിൽ ചേരണം. യുവജനങ്ങളുടെ സിരകളിലേക്ക് നമ്മൾ മ്യൂസിക് ഇഞ്ചക്ട് ചെയ്യണം. എന്താടാ മുതലാളിക്ക് തെമ്മാടിക്കുഴി ഉറപ്പായി. ഈയിടെ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ട്യൂൺ ചെയ്ത ഒരു സാധനം ഉണ്ട്, കേൾപ്പിക്കാം. നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും കഴിവില്ലാത്തവൻ പാട്ട് പാടുന്നു. രാഹുൽ വരുന്നുണ്ടേ, രാഹുൽ ഗാന്ധി വരുന്നുണ്ടേ, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ടേ. സാധനം എങ്ങനെയുണ്ട്? ആക്ഷനും അർത്ഥമൊക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. പാടുമെന്ന് പറഞ്ഞാ മതി. രാഹുൽ വരുന്നുണ്ടേ, രാഹുൽ ഗാന്ധി വരുന്നുണ്ടേ. രാമേന്ദ്ര, നീ കുത്തുവാൾ എടുപ്പിക്കരുത്. രാത്രിയാവുമ്പോ ഇത് ഇതിനപ്പുറവും ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ടേ. കാത്തിരുന്നു കണ്ടോളൂ, ഓർത്തിരുന്നു ചെയ്തോളൂ, ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും രാഹുൽജി മുന്നിൽ തന്നെ. അത്ര സൂചിക്കണ്ട വേണം. ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും രാഹുൽജി മുന്നിൽ തന്നെ. ഒരു വീക്കണില്ലേ അത്ര നീട്ടണ്ടല്ലേ? നീട്ടണമെന്നല്ല, താനിത് തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല, ഇങ്ങടുതാ ഞാൻ പാടി തരാം. 1 2 3 4. നായകൻ ഐസക് ഇതാ കാറ്റിൽ വെയിലിൽ ആവേശം. അതെ, ഇതുപോലെ വേറൊരു പാട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. ഏതാ? ഇത് തന്നെ. നായകൻ ഐസക് ഇതാ കാറ്റിൽ വെയിലിൽ ആവേശം. നായകൻ വീണ്ടും ഈ മുതലിനെ ഞങ്ങളങ്ങോട്ട് കൊണ്ടുപോകാം. വിജയിക്കും. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ആടിന്റെ ചിഹ്നം ഇതാ അരിവാൾ ചുറ്റിക നക്ഷത്രം. ഐസക് വന്നാലെല്ലാം മാറും. ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴൊരു ലക്ഷ്യമായി. പുത്തൻ ചിന്തകൾ നാടിനെ മാറ്റും. ആര് എന്ത് എങ്ങനെ പൊന്നെ ഉദാഹരണല്ലേ പറയണേ. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരിക്കിട്ട് തട്ടാനല്ലേ.